സീരിയൽ, പ്രൊഡക്ഷൻ, അങ്ങനെ ഇൻഡസ്ട്രിയിലെ നിരവധി മേഖലകളിൽ ഒരേപോലെ വർക്ക് ചെയ്ത് നമ്മുടെ ഒക്കെ മനസ്സിലൊരു ഇടം പിടിച്ച ജീജ സുരേന്ദ്രനാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം മാം. നമസ്തേ. ഇൻഡസ്ട്രിയിലെ പല മേഖലകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അഭിനയമുണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്. ഇതിലേതാണ് ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്നത്? അഭിനയം. സിനിമയാണോ സീരിയലാണോ കുറച്ചും കൂടി ആഗ്രഹം മനസ്സിൽ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. സീരിയൽ ഒരുപാട് ചെയ്തു. 90 സീരിയൽ ചെയ്തു. 91ാമത്തേത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സിനിമ 79 ചെയ്തു. 79 സിനിമ ചെയ്തു. പിന്നെ ഇനി സിനിമയിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം. നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്പർ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ക്യാരക്ടർ കിട്ടി ഡെവലപ്പ് ആകുന്നതാണ് നമുക്ക് താല്പര്യം. പക്ഷേ ഇപ്പോഴത്തെ സബ്ജക്റ്റുകൾ യൂത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ കുടുംബം, ഫാമിലി അതൊക്കെ വളരെ കുറവാണ്. അപ്പോഴാണ് ഈ അമ്മമാർക്കൊക്കെ ഇച്ചിരിയേ വരുള്ളൂ. അമ്മൂമ്മയൊക്കെ ഇച്ചിരി ക്യാരക്ടേഴ്സേ വരുള്ളൂ. അപ്പോൾ അത് ഡയലോഗ്സ് ഉണ്ടാവും, എന്നാലും ചെറിയ ക്യാരക്ടർ ആകുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ആ സബ്ജക്റ്റ് തിയേറ്ററിൽ ആൾ കയറണ്ടേ. കുട്ടികളല്ലേ ഇപ്പോൾ തിയേറ്ററിൽ കയറുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റ് വരുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. എന്നാലും നല്ല നല്ല ക്യാരക്ടേഴ്സ് എഴുതി കാത്തിരിക്കുന്ന കുറേ കഥകൾ പറഞ്ഞ പ്രൊഡ്യൂസർമാരുണ്ട്. അതിൽ ഒരു സ്റ്റോറി ഇപ്പം ഡിസംബറിൽ ഷൂട്ട് തുടങ്ങുന്നുണ്ട്, പാലക്കാട് ലൊക്കേഷൻ. അതിന് എനിക്ക് നല്ല ക്യാരക്ടറുണ്ട്, ഞാൻ പോയി അഭിനയിക്കും. അത് തിയേറ്ററിൽ വരുമ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ചറിയിക്കും. അന്നേരം നിങ്ങളുടെയൊക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെ പ്രൊമോഷനൊക്കെ വേണ്ടേ. 26 വർഷത്തിലേറെയായി മാഡം ഇൻഡസ്ട്രിയിലുണ്ട്. ഗോകുലം അല്ല, 28 വർഷമായി. പക്ഷേ 26 വർഷമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ഗോകുലം ഗോപാലൻ അല്ലെങ്കിൽ അദ്ദേഹമായിട്ടൊക്കെ വളരെ ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ്. നിരവധി കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്ത ഒരാളും കൂടിയാണ്. അതായത് അത്രയും കാലിബർ ഉണ്ട്, അല്ലെങ്കിൽ അത്രയും സ്വീകാര്യത ലഭിച്ച ഒരു ആക്ട്രസും കൂടിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് സിനിമയിൽ അങ്ങനെ ഒരു റോളിൽ നമുക്ക് കാണാൻ പറ്റാതിരുന്നത്? ഇപ്പോഴും സ്വാഭാവികമായിട്ടും ക്യാരക്ടേഴ്സ് കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും ഇങ്ങനെയുള്ളവർക്ക് ഒരു അവസരം അതിൽ നമുക്ക് ഒരുപാട് കാണേണ്ടതല്ലേ? അയ്യോ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം കോടികൾ ചിലവാക്കുന്ന ആൾക്ക് റീഫണ്ട് തിരിച്ച് കിട്ടണം, തിരിച്ച് പണം കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചുള്ള സബ്ജക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. നമുക്കിനി ലോകത്തിനി എന്ത് ബന്ധമുണ്ടായാലും, ഇത് മോഹൻലാലും മമ്മൂട്ടിക്കേ അത് പറ്റത്തുള്ളൂ. സ്വന്തം കമ്പനി ഉണ്ടാക്കിയിട്ട് അവരെ മാർക്കറ്റ് ചെയ്യാൻ, നായകൻ നായിക എന്നുള്ള നിലയിൽ. ക്യാരക്ടർ റോൾ വന്നാൽ അതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഗോപാലേട്ടനെ അഭിനയിക്കാൻ വന്ന ആളിപ്പം ഭഗവാൻ അദ്ദേഹത്തിന് ഇത്ര വലിയ കോടീശ്വരനായ പ്രൊഡ്യൂസറാക്കി ഇതാക്കിയില്ലേ. ഗോപാലേട്ടനെ അഭിനയിക്കാൻ വേണ്ടി പിന്നെ മദ്രാസ് പോയ ആളല്ലേ. പക്ഷെ അദ്ദേഹത്തിൻ്റെ നല്ല സ്നേഹബന്ധമുണ്ട്. അവരുടെ കമ്പനി, അവരുടെ കുടുംബം, എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ അതിൽ തന്നെ മാത്രം ജീവിക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാ പ്രൊഡ്യൂസേഴ്സും വിളിക്കണം എന്ന് മാത്രമാണുള്ളത്. സ്നേഹബന്ധം ഒരു വശം, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഏരിയ വേറൊരു വശമാണ്. അത് ഭയങ്കര റിസ്ക്കിയാണ്. ഇപ്പം നാളെ എനിക്കിപ്പോൾ കുറേ പ്രൊഡ്യൂസേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനും തിരിച്ച് ആ ഒരു ഇതിലേക്ക് തന്നെ തിരിച്ച് മാറ്റി ചിന്തിക്കാൻ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കാരണം കാശുള്ളവരെ കൊണ്ട് ബുദ്ധിപൂർവ്വം നീക്കിച്ച് നല്ല ബിസിനസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നശിപ്പിക്കരുത്. ഇവിടെ നശിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചതിയിൽപ്പെടുന്ന പ്രൊഡ്യൂസർമാരുണ്ട്. അങ്ങനെ പെട്ടുപോകരുത് എന്നുള്ളൊരു അഡ്വൈസിൽ തന്നെ 1-2 പേരെ ഞാൻ തീർച്ചയായിട്ടും കയ്യിൽ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരെ കൊണ്ട് പ്രൊഡക്ഷൻ സിനിമ തന്നെ ചെയ്യിക്കാനുള്ള പ്രീ പ്രൊഡക്ഷൻ വർക്കും തുടങ്ങിയിട്ടുണ്ട്. അത് ചെയ്യും. പ്രോജക്ട്സിന്റെ അഡ്വൈസർ ആയിട്ടും കൂടി ഉള്ള ഒരാളാണ്. ഉണ്ട്, തീർച്ചയായിട്ടും. എങ്ങനെയാണ് പുതിയ അല്ലെങ്കിൽ ഇനി സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പ്രൊഡ്യൂസർമാരും അങ്ങനെ ഒരുപാട് പേരുണ്ടാവും ടെക്നിക്കൽ സൈഡിൽ, അവർക്ക് ഒരു അഡ്വൈസ് ആയിട്ട് എന്താ മാം? അല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പടം ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അടുത്ത പടം ഡയറക്ഷൻ എനിക്ക് 1 കോടി അങ്ങനെയൊന്നും ആരും പറയരുത്. മനസ്സിലായില്ലേ? പ്രൊഡ്യൂസറിന് പണം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചോദിക്കും. അല്ലാതെ അധ്വാനിക്കുന്നതിനുള്ള റെമ്യൂണറേഷൻ നിങ്ങൾ വാങ്ങും. അത് ആർട്ടിസ്റ്റ് ആയാലും ശരി, പിന്നെ ഡയറക്ടർ ആയാലും ശരി, ടെക്നീഷ്യൻസ് ഏതൊരാളും പ്രൊഡ്യൂസറെ നിലനിർത്തിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. പ്രൊഡ്യൂസറിന് കോടികൾ ലാഭം കിട്ടിയതിന് ശേഷം ചേട്ടാ, സാറേ, എന്നെ കാണണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൊഡ്യൂസർമാർ കൊടുക്കുകയും ചെയ്യും. അവരെ വീണ്ടും വർക്ക് ഏൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ കളിക്കാൻ. അല്ലാതെ എനിക്ക് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് കോടികൾ ഇങ്ങോട്ട് ഞാൻ മറ്റവനാണ് മറിച്ചവൻ, അതിലൊന്നും യോജിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അങ്ങനെ നല്ല ഒരു ജെന്യുയിൻ ഗ്രൂപ്പ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളത് അടുത്ത വർഷം എന്തായാലും അത് ലോഞ്ച് ചെയ്യും, ചെയ്യിച്ചിരിക്കും, ഒരു സംശയമില്ല.
നമ്മുടെ പണ്ടത്തെ സിനിമയിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു നമ്മൾ പുതിയ ജനറേഷൻ അനുസരിച്ച് സിനിമയ്ക്ക് മാറ്റം ഉണ്ടാവും. പക്ഷെ പണ്ടത്തെ സിനിമകളിൽ അതിന്റെ ഒരു വല്ലാത്തൊരു ഡെപ്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാമിലി വാല്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മാഡത്തിന്റെ ഒരു പ്രൊഡക്ഷൻ അതിലേക്ക് വരുമ്പോ അങ്ങനെയുള്ള കഥകളാണോ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? അല്ല, അതിൽ ഒരു ഏരിയയിൽ, അതായത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി എന്ന് പറയുന്നതും അമ്മ, അച്ഛൻ, മുത്തശ്ശി, കൂട്ടുകുടുംബം, അങ്ങനെയുള്ള ബന്ധങ്ങൾ എല്ലാവിടെയും ഉണ്ട്. പക്ഷേ അതുമാത്രം നോക്കി നിന്നാൽ തിയേറ്ററിൽ ആൾ വരില്ല. കാരണം ഇപ്പം നമ്മളെ അന്ന് കാലത്ത് സംഭവിച്ച സംഭവങ്ങളെല്ലാം പബ്ലിക്കിൽ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സബ്ജക്റ്റിൽ അത് ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമല്ലേ തിയേറ്ററിൽ ആൾ കയറുള്ളൂ. അന്ന് കണ്ട ആ ഒരു മനസ്സും സന്തോഷവും കുടുംബവും ആ ഫീലിംഗ് ഒക്കെ മനസ്സിൽ ഇന്നും ഉണ്ട്, ഇല്ലേ? അത് ഇനിയും കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ കണ്ട അടാ പോടാ മറ്റവനെ മറിച്ചവനെ എന്ന് വിളിക്കുന്ന പബ്ലിക്കാണ് ഇവിടെയുള്ളത്. തിയേറ്ററിൽ നമ്മൾ മോണിറ്ററിൽ ഇത് കാണുന്ന സമയത്ത്, തിയേറ്ററിൽ ഇത് വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പറയുന്ന ലാംഗ്വേജ് എന്താ, വിഷ്വൽ എന്താ, അതിനനുസരിച്ചാണ് ഇവിടെ പിള്ളേരാണ് ഇരിക്കുന്നത്. ഞങ്ങൾ വയസ്സന്മാർ പോയി ഇരുന്നിട്ടല്ല അത് കാണുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളത് കൊടുത്താലേ തിയേറ്ററിൽ ആൾ കയറുള്ളൂ. അതിനനുസരിച്ചുള്ള പബ്ലിക്കിൻ്റെ മൈൻഡ് മാറുന്നതിനനുസരിച്ച് സ്റ്റോറീസ് മാറിക്കൊണ്ടേയിരിക്കണം. മാർക്കറ്റിംഗ് ആവണ്ടേ? കോടികൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും വേണ്ട. ഇൻട്രസ്റ്റ് റേറ്റുള്ള ബാക്കപ്പെങ്കിലും കിട്ടണ്ടേ, പൈസ കിട്ടണ്ടേ? നഷ്ടപ്പെട്ടിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്നുവെച്ചാൽ ചെറിയ പൈസയല്ല നഷ്ടപ്പെടുന്നത്, നഷ്ടപ്പെടുമ്പോൾ കോടികളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചുരുങ്ങിയത് പറയാം, ഒരു 10 കോടി രൂപ ഒരു സിനിമക്ക് നമ്മൾ ചിലവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ അവർക്കൊരു 15 കോടി കിട്ടിയെങ്കിൽ ഭാഗ്യം, പുണ്യം. അല്ല, ഈ 10 കോടിയിൽ 2 കോടിയേ കിട്ടിയുള്ളൂ തിയേറ്ററിൽ നിന്ന്, വേറെ ആരും ഇത് വിലക്കെടുക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? സാറ്റലൈറ്റ് ആയില്ല, OTT ആയില്ല. ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടമല്ലേ? അങ്ങനെ വരരുത്. അതുകൊണ്ട് ഈ മാർക്കറ്റിംഗ് ഏരിയ ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലും വളരെയായിട്ട് ഇടപെടാറുണ്ട്, ഒരുപാട് വിവാദങ്ങളിൽ പോയി പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പിളി ദേവി ആയിട്ടുള്ള വിഷയം, അല്ലെങ്കിൽ അവരുടെ മാരേജുമായിട്ട് ബന്ധപ്പെട്ട്, അയ്യോ അത് 4 വർഷം മുമ്പുള്ള കഥയല്ലേ. അതേപോലെ നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് മുൻഷി രഞ്ജിത്ത് ഔട്ടായതിനെ, അല്ലെങ്കിൽ അദ്ദേഹം പുറത്തായതിനെ തുടർന്ന് ഒരു റൈറ്റിംഗ് കണ്ടിരുന്നു. കണ്ടു. അപ്പം എന്താ മാത്തിന് അതിനെ കുറിച്ച് പറയാനുള്ളത്? അയ്യോ, മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് തോന്നുന്നു എന്നെക്കാളും സീനിയറായിട്ട് ഇൻഡസ്ട്രിയിലുണ്ടായിരുന്ന വ്യക്തിയാണ് മുൻഷി നടക്കുന്ന കാലത്തൊക്കെ. പക്ഷേ അയാൾ ഫേമസ് ആയതുകൊണ്ടാണല്ലോ ബിഗ് ബോസിൽ വിളിച്ചത്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ചെന്നിട്ട് മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ എൻട്രി മോഹൻലാൽ വിളിച്ച് കയറ്റി എൻട്രിയൊക്കെ കണ്ടു. ഈ 5 ദിവസം കൊണ്ട് ഈ മനുഷ്യൻ അവിടെ എന്ത് കാണിക്കാൻ പറ്റും? സബ്ജക്റ്റുകൾ വരുന്നതിനനുസരിച്ചല്ലേ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ആണല്ലോ. ഇത് 5 ദിവസം കഴിഞ്ഞ് പുള്ളി ഔട്ടായി എന്ന് കാണുമ്പോൾ ചുമ്മാ തമാശയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. മോഹൻലാലിൻ്റെ സ്റ്റേജിൽ കയറിയിട്ട് പുള്ളി ഒരു കംപ്ലൈൻറ്റും ഒന്നും പറയാതെ പോകുമ്പോൾ സത്യം ഞാൻ പറയാം, എനിക്ക് തെറി വിളിക്കാനാണ് തോന്നിയത്. സത്യം. അങ്ങനെയൊന്നും ഒരാളെയും ചെയ്യരുത്, ഒരാളെയും ചെയ്യാൻ പാടില്ല. കാരണം ആ മനുഷ്യൻ എന്താണെന്ന് പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ ഔട്ടാക്കാം. പിന്നെ എന്തിനാണ് കൊണ്ടുപോയത്? 100 ദിവസത്തെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്ത് ഈ പെട്ടി പട്ടകം സ്വന്തം സഹോദരനോടൊപ്പം അവിടം വരെ കൊണ്ട് എത്തിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ ഉടനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും പറ? തെറ്റല്ലേ അവർ ചെയ്തത്? നാളെ ഇനി ഏതൊരാളെ ആയാലും ശരി ചെയ്യരുത്. ഇനി അടുത്ത ബിഗ് ബോസ് വരുമ്പോൾ ഒരാഴ്ച കൊണ്ട് ഒരാളെയും തിരിച്ചയക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 15 ദിവസമെങ്കിലും അവരെ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു അവസരം കൊടുത്തതിന് ശേഷം നിങ്ങൾ അടുത്ത 3-ാമത്തെ ആഴ്ച നിങ്ങൾ 2 പേരും ഒരുമിച്ച് ഔട്ടാക്ക്. ഇത് ഒരാൾക്കും ഒന്നും പ്രസൻറ്റ് ചെയ്യാൻ അവസരം കൊടുക്കാതെ പോയി വന്ന് പരിഹസിക്കില്ലേ ആൾക്കാർ പുറത്ത് വരുമ്പോൾ? അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും, ഒരു കാരണവശാലും ആരെയും ചെയ്യാൻ പാടില്ല. തെറ്റാണത് ചെയ്തത്. ഞാൻ അത് കഴിഞ്ഞ് മുൻഷിയെ വിളിച്ചു, പുള്ളി ഒന്നും പറയുന്നില്ല. പുള്ളി ഭയങ്കര സങ്കടത്തിൽ. ആ ചേച്ചി പോയി വന്നു. ഞാൻ ചോദിച്ചു എന്താടാ, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നം, നിനക്ക് എന്തെങ്കിലും അസുഖം മറ്റായിരുന്നു? അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചത്. ഒന്നുമില്ല, എനിക്ക് ഒരു അസുഖമില്ല. ഞാൻ ചോദിച്ചു കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ, അത് അവിടെയുണ്ട്, അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ നിന്നെ വീണ്ടും തിരിച്ച് വിളിക്കുമായിരിക്കും. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. സങ്കടം വരില്ലേ? വേണ്ട, നിങ്ങളെ ഒരു സ്വന്തം സഹോദരി നിങ്ങളാണെങ്കിൽ നിങ്ങളെങ്ങനെ പ്രതികരിക്കും? തീർച്ചയായിട്ടും നമ്മളത് പ്രതികരിക്കേണ്ടത് തന്നെ. അപ്പം മുൻഷിയായിട്ട് അത്രയും അടുപ്പവും ബന്ധമുള്ള എനിക്ക് ശരിക്കും രക്തം ചൂടാവില്ലേ? പറ.
ഇതിവിടെ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ആണ് ഇതിൻ്റെ ഷൂട്ട് നടക്കുന്നത്, അതിൻ്റെ പുറത്ത് പോയിരുന്നിട്ട് സത്യാഗ്രഹം ഇരുന്നേനെ, ചെയ്തത് തെറ്റെന്ന് പറഞ്ഞിട്ട്. അത്ര ബോറായിപ്പോയി അവർ ചെയ്തത്. ഇനി ഒരു കാരണവശാലും ഇനി അടുത്ത ബിഗ് ബോസ് 8 തുടങ്ങുമ്പോഴും ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെയും ചെയ്യരുത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. വരുന്ന സീസണിൽ എപ്പോഴെങ്കിലും ഒരു ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാമോ ബിഗ് ബോസിലേക്ക്? അല്ല, ബിഗ് ബോസിലേക്ക് പോകണമെന്നൊന്നും ഞാൻ കൊതിച്ചിട്ടൊന്നുമില്ല, കൊതിച്ചുകൊണ്ട് പറയുന്നതുമല്ല. ഇനി അഥവാ വിളിച്ചു കഴിഞ്ഞാൽ പോകും. പക്ഷെ ഒരു വാശി എനിക്ക് നിർബന്ധം, 30 ദിവസത്തിന് മുന്നേ എന്നെ അവിടുന്ന് പുറത്ത് തിരിച്ചു വിടില്ല എന്നവരെനിക്ക് എഴുതി തരണം. കാരണം നാണം കെടുത്താൽ ഞാൻ അവിടെ പോയില്ല, ഒരിക്കലും പറ്റില്ല, കാരണം ഒരുപാട് ജെന്യുവിൻ ക്യാരക്ടറാണ് എൻ്റേത്, കുറച്ച് കൂടുതലാണ്. ഈ കാലത്ത് ജീവിക്കേണ്ട സ്വഭാവമാണോ എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് കൂടിപ്പോയ ഒരാളാണ് ഞാൻ. സത്യം വിട്ടിട്ടുള്ള ഒരു സംഭവം എൻ്റെ നാക്കുകൊണ്ട് ഞാൻ പറയില്ല, പ്രവർത്തിക്കില്ല, ഒരാൾക്കും എഗൻസ്റ്റ് ഞാൻ ചെയ്യില്ല. മനസ്സിലായില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ, എൻ്റെ ഓപ്പോസിഷനായി എന്നെ ഇതിനു മുന്നേ എന്തെങ്കിലും പറഞ്ഞു ചെയ്തു എന്ന് കേട്ടാൽ പോലും ഞാൻ അവരുടെ ആ സമയത്ത് അവരോടൊപ്പം നിൽക്കുള്ളൂ, അവരുടെ വേദനയോടൊപ്പം ഞാൻ നിൽക്കുള്ളൂ. എന്തിനാണെന്നറിയോ? അവരുടെ വേദനയോടൊപ്പം സത്യസന്ധമായി നിന്ന് അവരതിൽ നിന്നും സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മേലുള്ള അവരുടെ പ്രയാസങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും, ഞാൻ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അപ്പം ഇതിനു മുന്നേ അവർ കേട്ടത് സത്യമായിരുന്നില്ല എന്ന് അവർക്ക് അന്നേരേ മനസ്സിലാവുള്ളൂ. ആ സമയത്ത് പോയി അവർക്കെതിരായിട്ട് ഞാൻ നിന്ന് കഴിഞ്ഞാൽ അവർ വീണ്ടും എന്നോട് എഗൻസ്റ്റല്ലേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഭഗവാൻ കൃഷ്ണനെ പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഗുരുവായൂരിൽ സമർപ്പിച്ച ദുഃഖങ്ങളിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾക്കും എഗൻസ്റ്റായിട്ട് എൻ്റെ നാക്കുകൊണ്ട് ഞാൻ പറയില്ല, പ്രവർത്തിക്കില്ല. അങ്ങനെ ഒരു പോളിസി എനിക്കുണ്ട്. ഇങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ വെച്ചിട്ട് ലൈക്ക് എത്ര നമ്മൾ ജെന്യൂൻ ആണ് ഇൻ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ പലപ്പോഴും ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ കുറെ കൂടെ പോളിഷ്ഡ് വേർഷൻ ഒക്കെ കാണിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് കാണാറുള്ളത്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഫേസ് ചെയ്തിട്ടുള്ളത്? അല്ല, എനിക്ക് അങ്ങനെ ഇൻഡസ്ട്രിയിൽ നിന്ന് ബുദ്ധിമുട്ട് ഫേസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. മനസ്സിലായില്ലേ? ഞാൻ പ്രസവിച്ച ഒറ്റ മോനെ എനിക്കുള്ളൂ. അവൻ്റെ ഒരു ഭാര്യ, അവൻ്റെ 2 കുട്ടികളാണ് എൻ്റെ ബ്ലഡ്. പക്ഷേ മക്കളെപ്പോലെ, സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്ന, മക്കളെപ്പോലെ സ്നേഹിക്കുന്ന ഒരുപാട് ആൺകുട്ടികളെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ആൺകുട്ടികളാണ്, പെൺകുട്ടികളില്ല, വെച്ചിട്ടുണ്ട് മക്കളെ പോലെ. കാരണം അവരെല്ലാം വേദന സഹിച്ചിട്ട് ആ വേദനയിൽ നിന്നും അവരെ ഞാൻ പൊക്കി കൊണ്ടുവന്ന് ജീവിതം ആഘോഷിക്കുന്ന ആൺകുട്ടികൾ ഇവിടെ ഉണ്ട്. വരും ഞങ്ങളൊരു 2-3 കൊല്ലം കൊണ്ട് പ്രസവിക്കാത്ത ആൺമക്കൾ എൻ്റെ കൂടെ ഉണ്ട്. അവരെയും കൊണ്ട് ഞാൻ വരും. കാരണം ഞാൻ പറയാം, ഏതൊരാൾക്കും സമയദോഷം എന്ന് പറയുന്നൊരു സംഭവം ഏതൊരാൾക്കും ഉണ്ടാവും. നിങ്ങൾക്കായാലും എനിക്കായാലും ഉണ്ടാവും സമയദോഷം. അത് നമ്മൾ എന്താ പറയുക, നമ്മൾ ജനിച്ച് താഴെ വീഴുമ്പോൾ നമുക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അത് നല്ലതും ഉണ്ടാകാം, ചീത്തയും ഉണ്ടാകാം. പക്ഷേ ഏതൊരു മനുഷ്യനും സമയദോഷം വരുന്ന ആ സമയത്താണ് നമ്മൾ കൂടെ നിൽക്കേണ്ടത്, നന്നായിട്ടിരിക്കുമ്പോഴല്ല. ആണല്ലോ? ആ സമയത്ത് നമ്മൾ കൂടെ നിന്ന് അവരെ ഉയർത്തെഴുന്നേൽക്കാൻ നമ്മൾ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ, അവരതോടുകൂടി ഒന്ന് ഡെവലപ്പായിട്ടുണ്ടെങ്കിൽ, ഹൃദയത്തിൽ അവർക്ക് നമ്മളിലുള്ള സ്ഥാനം മറ്റൊരാളിൽ നിന്നും കിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് പേരെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് അവർ കാശോ പണോ വർക്കോ ഒന്നുമല്ല, ഹൃദയം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് പേര്. വേദനിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിൻ്റെ ഒരു സന്തോഷം, അവിടെയാണ് ഭഗവാൻ സന്നിധിയിൽ നമ്മൾ എത്തുന്നത്. കാരണം നമുക്ക് നാളെ ഇവിടുത്തെ മാത്രമല്ല ജീവിതം, മേലെ ഒന്ന് പോണ്ടേ, വേദനിക്കാതെ പോണ്ടേ. അതിനുള്ള പുണ്യജന്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക ഏതൊരു വ്യക്തിയും പ്രായമാകുമ്പോൾ. അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഓരോ ഇൻഡസ്ട്രി റെപ്രസെന്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാ പ്രാവശ്യം സീസണിൽ ബിഗ് ബോസിൽ കണ്ടസ്റ്റൻസ് വരാറുണ്ട്. ഈ പ്രാവശ്യം ബിന്നി, അനുമോൾ, ഷാനവാസ്, അങ്ങനെ ഒരുപാട് പേര് സീരിയൽ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂസിലൂടെയും മറ്റും പരിചയപ്പെട്ടിരുന്ന ആളുകളല്ല ബിഗ് ബോസിൽ ചെന്നപ്പോൾ അവർ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ്. ഒരുപാട് അഗ്രസീവായിട്ടും അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ്, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ക്യാരക്ടറും നമ്മൾ റിയൽ ലൈഫിലുള്ള ക്യാരക്ടറും ഭയങ്കര ഡിഫറെൻ്റ് ആണോ മേഡം? അങ്ങനെയാണോ? ലൈക്ക് നമ്മൾ സ്ക്രീൻ കാണുന്നതും റിയൽ ലൈഫിലും രണ്ട് വ്യക്തിയാണോ? അല്ല, സീരിയലിൽ അവർ സ്ക്രിപ്റ്റ് എഴുതി തരുന്നതല്ലേ, നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതല്ലേ. ഇപ്പോൾ നാളെ വില്ലത്തിയായിട്ട് നമ്മളോട് അവർ ഡയലോഗ് തരുന്നു, അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് പോരാ എന്ന് ഡയറക്ടർ പറയുമ്പോൾ വീണ്ടും സ്ട്രോങ് ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അത് ക്യാരക്ടർ. പിന്നെ ബിഗ് ബോസിൽ
ഈ പറയുന്ന എല്ലാവരും സീരിയലിൽ നിന്ന് പോയവർ തന്നെയാണ്. ബിന്നി എന്ന് പറയുന്ന കുട്ടി, ഞാൻ ശരിക്കും വിചാരിച്ച ആ കുട്ടി നമ്മുടെ അസോസിയേഷൻ മെമ്പറല്ല, അവരുടെ ഭർത്താവ് മെമ്പറാണ്. അപ്പം ആ കുട്ടി പോകുമ്പോൾ ആ കുട്ടി ഡോക്ടറാണ്, ഇത്രയും പഠിച്ചെടുത്ത കുട്ടി. ഫാമിലിയിൽ വളരെ ബുദ്ധിമുട്ടി അമ്മ ജോലി ചെയ്ത് പഠിപ്പിച്ച കുട്ടിയാണ്. അവളെ ഒരു ഇതിൽ ഞാൻ വായിച്ചു. എന്നിട്ടും ആ കുട്ടി അത്രയും പഠിച്ചില്ലേ പറ. എന്നിട്ട് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അവിടെ ചെന്ന് ഈ സ്വഭാവം ഇങ്ങനെ കാണിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ അവിടെ ഓരോ ടാസ്ക് കൊടുക്കുകയാണ്. അവിടെ പോയി ഞാൻ ഡോക്ടറാണ്, ഞാനൊരു പാവം വിട്ടുന്ന് വന്നതാണ്, ഞാനൊരു സീരിയൽ ആർട്ടിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കാൻ പറ്റുമോ പറ. ഷാനവാസിന് ഹാർട്ടിന് അസുഖമാണെന്ന് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ചെന്നപ്പോഴാണ് അറിയുന്നത്, ഇവിടെ അറിഞ്ഞിട്ടില്ല. വയ്യായ്മ വന്നിരുന്നു, ഹോസ്പിറ്റലായിരുന്നു എന്ന് മാത്രം അറിയാം, പക്ഷേ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്ന് എനിക്കറിയില്ല. എന്നിട്ടും അവൻ അവിടെ ചെന്നിട്ട് ഇത്രയും പ്രതികരിക്കുമ്പോൾ നമുക്കിവിടെ പേടിയാണ്. സ്വന്തം ഒരു മോനാണ് അവിടെ ഇങ്ങനെ പ്രതികരിക്കുന്നത്, അവൻ അസുഖം വന്ന് ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിവിടുന്ന് പ്രാർത്ഥിക്കുക, ഈശ്വര ഷാനവാസിനൊന്നും വരുത്തല്ലേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഇവിടെ. കാരണം അത്രയും നല്ല അടുപ്പമാണ് അവനുമായിട്ട്. പിന്നെ അനുമോൾ ഇവിടെ ചിരിച്ച് തള്ളിക്കൊണ്ടിരുന്ന അനുമോൾ അവിടെ ചെന്ന് കരയുന്നു, ദേഷ്യപ്പെടുന്നു, ഇതാവുന്നു. ലാസ്റ്റ് പ്രേമം വരെ പറഞ്ഞു, അവൾ വേണ്ടാന്ന് വെച്ച് എൻ്റെ സഹോദരനെ പോലെയാണെന്ന്. അവിടെ എല്ലാം ഇതൊരു തരം ഗെയിം മാത്രമാണ്, ഒറിജിനൽ അവരാരും അതല്ല. ഈവൺ ഇനി ഞാൻ പോയാലും എനിക്ക് ഗെയിം മാത്രമായിരിക്കും. ഗെയിമിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യണം, കാരണം ജയിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒറിജിനൽ അവരങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം, അവിടെ അനീഷ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് ഇല്ലേ? നമ്മളിപ്പം സീരിയൽ ആർട്ടിസ്റ്റുകളെ മാത്രം പറയരുത്. അനീഷിനെ ഞാനിങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു മാസമായിട്ടാണ് അനീഷിനെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നത്. കാരണം അയാളുടെ ഒരു വിഷ്വൽ തന്നെ ഒരു ജെന്യുവൻ പേഴ്സണാലിറ്റിയാണ്. ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? ഗവൺമെൻറ് ജോലി 5 വർഷം ലീവ് എടുത്തിട്ടാണ് പുള്ളി ഇതിനു വേണ്ടി ശ്രമിച്ചതും ചെന്നതും ഇപ്പം അവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ അനീഷിന് ഏത് ലോകത്തെത്തിയാലും ആൾ ജെന്യുവനാണ്, അത് സമ്മതിച്ചേ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ അമ്മയായാലും ശരി, കുടുംബമായാലും ശരി, അയാളെ പിരിഞ്ഞിരിക്കുന്ന ഭാര്യയ്ക്ക് അത് നഷ്ടമായിരിക്കും, ഒരു സംശയം വേണ്ട. കാരണം ഇത്രയും നല്ല പേഴ്സണാലിറ്റിയുള്ള, ഹൃദയമുള്ള ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഒരു ആളെ വേണ്ടാന്ന് വെക്കുന്നത് ബുദ്ധിമോശമല്ലേ? ഇനി നാളെ ആരെങ്കിലും അദ്ദേഹം കല്യാണം കഴിച്ചാൽ, അനുമോളിന് ഞാൻ പറയില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പറയില്ല. പക്ഷേ അദ്ദേഹം നാളെ ആരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ആ കുട്ടിക്ക് അനീഷ് ഒരു ജം ഓഫ് എ മാൻ, അത് കിട്ടിയാൽ ഭാഗ്യം തന്നെയാണ്. സിനിമാ മേഖലയിലും വേണം, ഒരുപാട് വിവാദങ്ങളാണ് നമ്മൾ ഇങ്ങനെ ന്യൂസിലൂടെയൊക്കെ അറിയുന്നത്. സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളെന്ന നിലയിൽ മാഡത്തിന് ഇങ്ങനത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എങ്ങനത്തെ അനുഭവം? നമ്മളോട് മോശമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മളോട് പല അഡ്ജസ്റ്റ്മെന്റ്സ് ചോദിക്കുക, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ പുറത്തേക്ക് ഓരോരുത്തരും വന്ന് റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോളെ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ശരിക്കും ഊട്ടി എന്ന് പറയുന്ന, നിങ്ങളെല്ലാവരും ഊട്ടിയിലുള്ള സ്കൂൾസ് എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ, മനസ്സിലായില്ലേ? ഒരു സ്കൂളിൻ്റെ ശാന്തി മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഫുൾ ചാർജ് എടുത്ത ആളാണ് ഞാൻ. അവിടുന്നാണ്, അവിടുത്തെ തണുപ്പ് സഹിക്കായിട്ട് വന്നതാണ് പിന്നെ ഇവിടത്തേക്ക് ഇൻഡസ്ട്രിയിലേക്ക്. കാരണം ഐ വാസ് എ ഡാൻസർ ഫസ്റ്റ്, ഭരതനാട്യം ഡിഗ്രി ഹോൾഡറാണ്. നിങ്ങളാരും അതൊന്നും അറിയില്ലല്ലോ. എനിക്ക് വയ്യായ്മ വന്ന് യൂട്രസിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഒരു ഏണിംഗ് മെമ്പർ ആവണം എപ്പോഴും. ഭർത്താവിനെ ഡിസ്റ്റർബ് ചെയ്ത് ഭർത്താവ് 10 രൂപ, 100 രൂപ, 500 രൂപ, 1000 രൂപ ഇത് ചോദിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, പണ്ടേ ഇല്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ എൻ്റെ ഡ്രീം അതായിരുന്നു, ഞാനൊരു ഏണിംഗ് മെമ്പർ ആവണം എന്നുള്ളത്. ഭർത്താവിനെ അങ്ങോട്ട് സഹായിക്കണം എന്നുള്ളൊരാഗ്രഹമാണ് എനിക്ക്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് എന്തോ ഭാഗ്യം, ജോലി കഴിഞ്ഞ് ഇവിടെ വന്നതും ഉടനെ അങ്ങ് ക്ലിക്കായി രക്ഷപ്പെട്ടു. പക്ഷേ അന്ന് എൻ്റെ വയസ്സ് 35. കാണാൻ തെറ്റില്ല, മോശമില്ല, അത്രയേ ഉള്ളൂ, സുന്ദരിയൊന്നുമല്ല, തെറ്റില്ല. പക്ഷേ ഇങ്ങനെയൊരു സ്വഭാവം ഏതെങ്കിലും ഒരു പുരുഷൻ പറയുമ്പോൾ തിരിച്ചു പറയാനും അതിനെങ്ങനെ പ്രതികരിക്കാനുമുള്ള ബുദ്ധിയും അറിവും ഉള്ള ആളാണ് ഞാൻ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അന്നത്തെ ദിവസം, ആ നിമിഷം, ഇന്നാണ് നമുക്ക് മൊബൈലൊക്കെ, അന്ന് മൊബൈലൊന്നുമില്ല, അന്ന് രാത്രി തന്നെ വന്ന് ഭർത്താവിനോട് കാര്യം പറയും.
ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളി എനിക്ക് അഡ്വൈസ് ചെയ്ത് തരും, അങ്ങനെ പറഞ്ഞാൽ പോരാ, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പറയണം. ഞാൻ ഒരാളെ പോടാ പട്ടി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, ഒരു ഡയറക്ടറിന്. അയാളിപ്പോൾ ഇൻഡസ്ട്രിയിലില്ല, മനസ്സിലായില്ലേ? എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ ഈ ഇൻഡസ്ട്രിയിൽ വെച്ചേക്കില്ല. ഞാൻ പറഞ്ഞു നീ വിചാരിച്ചാൽ നടക്കില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് കഴിവുണ്ടെങ്കിൽ കഴിവുള്ളവർ ഇവിടെ ആവശ്യമുണ്ട്. കൂടെ കിടന്നാൽ മാത്രമേ വർക്ക് കിട്ടൂ എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് മോനെ, നടക്കൂലട മോനെ എന്ന് പറഞ്ഞിരുന്നുണ്ട്. ഇത് ഇനി ആയാലും പറയും. പക്ഷെ ഇനി നമ്മളെ അടുത്തൊന്നും ആരും ഒന്നും പറയില്ല, പ്രായമായി. രണ്ടാമത് നമ്മൾ ലോകം പഠിച്ചു. ഞാൻ ഇനി എവിടെയുള്ള പെൺകുട്ടികളോടും ഇതേ പറയുന്നുള്ളൂ, അനാവശ്യം ആരെങ്കിലും പറഞ്ഞാൽ അപ്പോൾ പ്രതികരിക്കുക. 10 വർഷം കഴിഞ്ഞിട്ടല്ല പ്രതികരിക്കേണ്ടത്. ആരും അനാവശ്യത്തിന് കൂട്ട് നിൽക്കരുത്. അനാവശ്യം പറയുമ്പോൾ പ്രതികരിക്കാൻ നമുക്ക് ശക്തിയുണ്ട്, പേടിക്കരുത്. അവിടെ പച്ചക്ക് പറയണം, തുറന്നടിക്കണം, തുറന്ന് ആ നിമിഷം പറയണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ഞാൻ അഭിനയിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. എൻ്റെ ചോറിനൊരു ജോലിയാണ് ഞാൻ അന്വേഷിക്കുന്നത്, മനസ്സിലായില്ലേ? എല്ലി പിന്നെ പ്രോസ്റ്റിറ്റ്യൂഷന് പോയാൽ പോരെ, ഈ അഭിനയിക്കാൻ വരേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടല്ലോ ഒരു തൊഴിലായിട്ട് കുറേ പേര് സ്വീകരിച്ചിട്ട് ആണല്ലോ. അഭിനയിക്കാൻ വരേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് അഭിനയിക്കാൻ എനിക്ക് കഴിവുണ്ട്, അതിന് ജോലി തരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. വൃത്തികേടിന് എന്നെ പ്രേരിപ്പിക്കരുത്, ഞാനിത് പബ്ലിഷ് ചെയ്യുമെന്ന് അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടാമത് മോളെ വിട്ടേക്ക് പ്ലീസ് പ്ലീസ് എന്ന് ഇങ്ങോട്ട് പറയും. അത് കുട്ടികൾ പ്രതികരിക്കാഞ്ഞിട്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ അത് അവരുടെ അവസരങ്ങളെ ബാധിക്കും. എന്ത് ബാധിക്കുന്നു? ഇവിടെ എത്ര നല്ല ഡയറക്ടർമാരുണ്ട്, എത്ര നല്ല പ്രൊഡ്യൂസർമാരുണ്ട്. ഇങ്ങനെ വേണ്ടാധീനത്തിന് പോകാത്ത എത്ര പേര് ഇവിടെ ഉണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചത്? എല്ലാവരും അങ്ങനെയാണെന്ന് കരുതിയോ? നല്ല നല്ല ഡയറക്ടർമാർ ഒരു വൃത്തികേടിനും പോകാത്ത വരുന്നവരെയൊക്കെ അമ്മ, ചേച്ചി, മക്കൾ എന്ന് സ്നേഹിക്കുന്ന എത്ര ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഇവിടെ ഉണ്ടെന്ന വിചാരം? അതൊന്നും ഓൺലൈനുകാർ കാണില്ല. നിങ്ങളെപ്പോലുള്ള ഓൺലൈനുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ലവരെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും. നല്ല ഡയറക്ടർമാർ, നല്ല ഹൃദയമുള്ള പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും പുരുഷന്മാർ തന്നെയാണ്. അവർ കണ്ട സ്ത്രീകളെ വിളിക്കുന്നവരല്ല. നീ വാ, എൻ്റെ കൂടെ വാ, എന്നിട്ട് നിനക്ക് ഞാൻ വർക്ക് തരാമെന്ന് പറയാത്ത ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ആരെങ്കിലും 2 പേര് അനാവശ്യം പറഞ്ഞ്, ആരെങ്കിലും 2 പേര് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഓൺലൈൻ 100 പേര് അതിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്യും. എന്നിട്ട് ഇൻഡസ്ട്രി മൊത്തം ഇങ്ങനെയാണെന്ന് അങ്ങ് പ്രചരിപ്പിക്കും. അതാണ് നിങ്ങൾ ഓൺലൈനുകാരുടെ തെറ്റ്. അത് നിങ്ങൾ ഓൺലൈനുകാരുടെ മിസ്റ്റേക്കാണത്, ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? ഓൺലൈനുകാരുടെ മിസ്റ്റേക്കാണത്. ആകെ 2 പേരെ ചെയ്തിട്ടുണ്ടായുള്ളൂ. ഇവിടെ 200 പേര് ബാക്കി കിടക്കുന്നുണ്ട്, നല്ലവരായവർ. അവരെന്താ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാത്തത്? ഞാൻ തരാലോ ഡയറക്ടർമാരെയും പ്രൊഡ്യൂസർമാരെയും. ഒരു പെൺകുട്ടി കംപ്ലൈൻറ്റ് പറയില്ലല്ലോ, ഒരു സ്ത്രീ കംപ്ലൈൻറ്റ് പറയില്ലല്ലോ. നല്ല ഡയറക്ടർമാരെയും നല്ല പ്രൊഡ്യൂസർമാരെയും എത്ര പേര് ഇവിടെയുണ്ട്. നിങ്ങൾ അവരെ ഇൻ്റർവ്യൂ എടുക്ക്, അവരിൽ ആരും പോവില്ല. ഏതെങ്കിലും 2 പേര് പറയുമ്പോഴത്തേക്ക് അങ്ങ് തുള്ളാൻ നിൽക്കും. ഇത് ഓൺലൈനുകാരുടെ മിസ്റ്റേക്ക്. കാരണം നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്, വേണം. പക്ഷേ നെഗറ്റീവ് ഓവറാക്കിയിട്ട് വരരുത്. അത് പഠിച്ചേ പറ്റുള്ളൂ. ഇത് ഞാൻ പറയുന്നതെന്ന് കരുതിയിട്ട് നിങ്ങളിത് കട്ട് ചെയ്യാൻ പാടില്ല. കട്ട് ചെയ്തല്ല, ഇത് നിങ്ങൾ അറിയിക്കണം. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിൽ സിനിമയിലും സീരിയലിലും കൂടെ കിടക്കാൻ വിളിക്കാത്ത ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഇവിടെ ഉണ്ട്. അമ്മ എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന നമ്മൾ, അല്ലെ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്ന, അത് ചേച്ചി തന്നെയാണ്. അവരുടെ ഹൃദയത്തിൽ ചേച്ചി സ്ഥാനം ഉള്ളത് കൊണ്ട് തന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെയുണ്ട്. ഇപ്പം നമ്മളിവിടെ സീരിയലൊക്കെ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നില്ലേ, നമ്മളെയൊക്കെ മുന്നിൽ എന്ത് സ്നേഹത്തോടെയാണ് ഇപ്പോൾ കുഞ്ഞു പ്രായമുള്ള പെൺകുട്ടികളോടൊക്കെ ഒരു അനിയത്തി സ്നേഹമാണ് കൊടുക്കുന്നത്, അല്ലാണ്ട് അത് വൃത്തികേടല്ല. ഇത് സിനിമക്കാരെയും സീരിയലുകാരെയും മാത്രം ലക്ഷ്യം വെച്ച് ഇങ്ങനെ പെരുമാറുക. ആണും പെണ്ണും ഉള്ളിടത്ത് പ്രേമമുണ്ട്, സെക്സും ഉണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, അത് മാത്രം നിങ്ങൾ പഠിക്കും. ആണും പെണ്ണും എവിടെ ജീവിച്ചിരിപ്പുണ്ടോ അവിടെ സെക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ട്, മനസ്സിലായില്ലേ? സീരിയലുകാരെയും സിനിമക്കാരെയും മാത്രം നോക്കിക്കൊണ്ട് അയാളത് ചെയ്തു, ഈ സീരിയലിൽ ഈ ഡയറക്ടർ, ഈ പ്രൊഡ്യൂസർ എന്നും പറഞ്ഞ് വന്നോളൂ. എന്തിന്? പണ്ട് കാലത്ത് ഹോസ്പിറ്റൽസിൽ ജോലി ചെയ്യുന്ന, രാത്രി നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന നേഴ്സുമാരെ പറയുമായിരുന്നു, ഇന്നവർ മാലാഖമാരാ. അല്ലേ? കോവിഡ് വന്നതോടുകൂടി നേഴ്സുമാർ മാലാഖമാരാ. അവരെത്ര വേദന സഹിച്ചിട്ടുണ്ടാവും, എന്തെല്ലാം വേദനകൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ സീരിയൽ സിനിമ മാറ്റി നിർത്ത്, എന്നിട്ട് പോയി നിങ്ങൾ അവരെയൊക്കെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്ത് നോക്കുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. അവരൊക്കെ എല്ലാം അനുഭവിച്ച് തന്നെ വരുന്നതാണ്. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കുന്നവരല്ലേ, ചോദിച്ചു നോക്കുക, അപ്പം അറിയാം. അപ്പോൾ ഈ സീരിയലിനെ ഒന്ന് മാറ്റി നിർത്ത്, സിനിമയെ മാറ്റി നിർത്ത്, വേറെ ഇൻഡസ്ട്രിയിലൊന്ന് ചെല്ലും കേട്ടോ.
മാഡം ഇപ്പം സിനിമ സീരിയൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയാണ്, ഇപ്പോൾ ഒരു സിനിമാ നടി തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സിനിമാക്കാർ തന്നെയാണ് ഒരു രാഷ്ട്രീയത്തിൽ പോയൊരു വിഷയവും ഉണ്ടാക്കുന്നത് ഇവർ തന്നെയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വിദ്യാസമ്പന്നൻ രാഷ്ട്രീയക്കാരൻ, ഓക്കെ, അദ്ദേഹം ഇത്രയും പബ്ലിസിറ്റി ഉള്ള ഒരാളായതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഗൂഗിളിൽ അടിച്ചാൽ അപ്പോൾ വരും ഫിഗർ. ഇത് തന്നെയാണ് സിനിമക്കാർക്കും സീരിയലുകാർക്കും. ആരെങ്കിലും ഒരാൾ പേര് ജീജ സുരേന്ദ്രൻ അപ്പോൾ വരും ഉള്ള ഹിസ്റ്ററി മൊത്തം. അപ്പം നിങ്ങൾ യൂട്യൂബേഴ്സ് കയറ്റും. ഇതുപോലെ ലോകത്ത് ഓരോരുത്തർക്കും എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അത് പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല. സീരിയൽ, സിനിമ, രാഷ്ട്രീയക്കാർ ഇതൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പേരങ്ങ് പ്രശസ്തി വരും. ആ പ്രശസ്തി നിങ്ങളങ്ങ് യൂസ് ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ഈ ആർട്ടിസ്റ്റ് പറഞ്ഞു എന്ന് കരുതിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള എത്ര പേർക്ക് എന്തെല്ലാം ഉണ്ടാവും? അത് അയാളൊരു മനുഷ്യനല്ലേ, അയാളൊരു ചെറുപ്പക്കാരനല്ലേ, അയാൾക്ക് എന്താ സ്നേഹവും പ്രേമവും വികാരവും വരൂലേ? അത് ഒരു ആർട്ടിസ്റ്റായി പോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ അനാവശ്യങ്ങൾ കഥകൾ ഉണ്ടാക്കേണ്ട കാര്യം എന്ത്? ഒരു കല്യാണം കഴിക്കാത്ത ഒരു പുരുഷൻ രാഹുൽ മാങ്കൂട്ട അല്ല, ഏതോ ഒരു പുരുഷൻ കല്യാണത്തിന് മുന്നേ വേറെ സ്ത്രീകളുമായിട്ട് പ്രേമിച്ചിട്ടുണ്ടാവാം, സെക്സ് ചെയ്തിട്ടുണ്ടാവാം, അവൾക്ക് കാശ് കൊടുത്തിട്ടുണ്ടാവാം, എല്ലാം ഉണ്ടാവും. അവൻ്റെ പേരടിച്ചാൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ല, പേര് പറഞ്ഞാലും അറിയില്ല. ഈ കൂടെ പോയിരിക്കുന്ന സ്ത്രീനെ കേട്ടാലും അറിയില്ല, കണ്ടാലും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയില്ല, ഓൺലൈനുകാർക്ക് അറിയില്ല. ആണല്ലോ. രാഹുൽ മാങ്കൂട്ടം പ്രശസ്തനാണ്, ആണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് പബ്ലിസിറ്റി കൊടുക്കാൻ എളുപ്പമായി. അവൾ ആർട്ടിസ്റ്റാണ്, അതുകൊണ്ട് നിങ്ങളതങ്ങ് കയറ്റി അയാളെ നശിപ്പിക്കാമെന്ന് കരുതി. പക്ഷേ അയാളുടെ ക്വാളിറ്റി മനസ്സിലാക്കി അയാളുടെ നാട്ടുകാർ അയാളോടൊപ്പം നിന്നു, കൂടെ സ്ത്രീകൾ നിന്നു. കണ്ടില്ലേ ഓൺലൈനിൽ മൊത്തം? അയാളെ കൂടെ അയാളെ നാട്ടിലെ സ്ത്രീകളടക്കം കൂടെ ഉണ്ട്. ഇപ്പം അടുത്ത തവണ അയാൾ മത്സരിക്കും, ജയിക്കും, ഇല്ലയെന്ന് വിചാരിക്കുന്നുണ്ടോ? അയാളുടെ കൂടെ അയാളെ നാട്ടുകാർ തന്നെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഓൺലൈനുകാർക്ക് എന്ത് പ്രശസ്തി? മാഡം, പ്രശസ്തി മാറ്റി വെച്ചാലും സിനിമയിൽ നിന്ന് ഇപ്പം പല ആരോപണങ്ങളും വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സൈഡിൽ നിന്ന് അത് സ്വാഭാവികമായിട്ടും ഡിനേ ചെയ്യും. പക്ഷെ ഒരുപാട് ജെന്യൂനിറ്റി ഇഷ്യൂസ് അവിടെ ഉണ്ടാവുന്നില്ലേ? സിനിമാക്കാർ ഈ സിനിമയിൽ ഒരു പ്രശസ്തി നേടാൻ വേണ്ടി പല നടിമാരും അത് മിസ്യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, അത് സിനിമക്ക് വേണ്ടി മാത്രമാണോ മിസ്യൂസ് ചെയ്യുന്നത്? പുറം നാടുകളിലെല്ലാം ഓരോരുത്തർ ഓരോന്നിനും പോയിട്ട് പണം ഉണ്ടാക്കുന്നില്ലേ? സെക്സ് വർക്ക് ചെയ്തിട്ട് പണം ഉണ്ടാക്കുന്നില്ലേ? ഒരു ദിവസം പോയിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവരില്ലേ? അത് സിനിമക്കാർ മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സിനിമക്കാർക്ക് മാത്രം ശരീരത്തിൽ വേറൊരു മെഷീൻ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താ മണ്ടത്തരാണ് നിങ്ങൾ ഈ പറയുന്നത്? നമ്മുടെ ശരീരത്തിൽ ആർക്കും വേറെ ഒന്നുമില്ല. എല്ലാവരും നിങ്ങളെ വീട്ടിലുള്ള അമ്മമാരെ പോലെ തന്നെയാണ് ഞങ്ങൾ. നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ മക്കളെ പോലെ അനിയത്തിമാരെ പോലെ തന്നെയാണ് നമ്മളെ ഇൻഡസ്ട്രിയിൽ വരുന്ന മക്കളും. അല്ലാണ്ട് അവരുടെ ശരീരത്തിൽ വേറെ ഒരു വികാരമൊന്നും കുത്തിക്കയറ്റിയിട്ടൊന്നും അല്ല നമ്മൾ അഭിനയിക്കുന്നത്. നാളെ നമുക്കൊരു ക്യാരക്ടർ ചെയ്യുന്നു. ഇപ്പം നാളെ എന്നെ ഒരു വേശ്യയായിട്ട് അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു എന്ന് വെച്ചോ, അവർ ഡയലോഗ് തന്നു, എനിക്ക് അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂം തന്നു, എല്ലാം തന്നു. ഞാൻ ആ നല്ല പഞ്ചാര അടിച്ച് 4 പുരുഷന്മാരെയും കൂടെ കോമ്പിനേഷൻ ആർട്ടിസ്റ്റായിട്ട് തന്നു. അയാളെ വേണ്ടുന്ന സോപ്പുകളെല്ലാം ഇട്ട് ഞാൻ അത് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നാളെ ഞാൻ അതാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അടിച്ച് പല്ല് കീറും. അവനാ കൊടുക്കൂലേ? കീറൂലേ? അത് ആർട്ടിസ്റ്റ്. അത് നമുക്ക് തന്ന കഴിവ്, അഭിനയിക്കാനുള്ള കഴിവ്. അത് ജീവിതമാണെന്ന് നിങ്ങൾ ധരിച്ചാൽ തെറ്റ് ആണല്ലോ. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക. അവിടെയാണ് നിങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് എന്തെങ്കിലും കേൾക്കുമ്പോൾ അന്ന് അഭിനയിച്ച സീൻ എടുത്ത് കൊണ്ടുവന്നിട്ടിട്ട് ഇവളിങ്ങനെയാ എന്നും പറഞ്ഞു കൊണ്ടുപോയിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്യും, നിങ്ങൾ പണം ഉണ്ടാക്കും. ഓൺലൈനുകാർ അല്ലാണ്ട് എല്ലാവരും അത് തന്നെയാണ്. എന്താ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രേമിച്ചൂടെ? പറ, അയാൾക്ക് സെക്സ് ചെയ്തൂടെ? അയാൾ രാഷ്ട്രീയക്കാർ ആര് പറഞ്ഞു? അത് നിങ്ങൾ ഉണ്ടാക്കിയ കഥ. ഒരുപാട് സ്ത്രീകളും ആക്കിയെന്ന് ഓൺലൈനുകാരുണ്ടാക്കിയ കഥ. അയാൾ പ്രേമിക്കട്ടെ. അയാൾ രാഷ്ട്രീയക്കാരനായിപ്പോയി എന്ന് കരുതി അയാൾക്ക് പ്രേമിക്കാൻ പാടില്ലേ? അയാളുടെ പ്രായം അതല്ലേ? പക്ഷെ എന്ന് കരുതി രാഷ്ട്രീയക്കാർ ചെയ്യുന്നതും നാട്ടുകാർ പറയുന്നതും ഓൺലൈനുകാർ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് വിശ്വസിക്കാൻ നമ്മളാരും മണ്ടരല്ല. അത് മണ്ടത്തരാണ്. ഇപ്പം എൻ്റെ മുന്നിൽ ഒരാൾ വന്ന് എന്നോട് അയാളിങ്ങനെയാന്ന് പറഞ്ഞ് ഓരോ കഥകൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിലേ കേട്ട് ഇതിലേ വിടും. ഇയാൾ എന്നോടെങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ട്, അത് മാത്രമേ എൻ്റെ ഹൃദയത്തിൽ പോകുള്ളൂ. നാട്ടുകാർ പറയുന്നത് ഞാൻ കേൾക്കത്തേയില്ല. കാരണം ഈ കുട്ടി എന്നോട് എങ്ങനെയാണെന്ന് ഞാൻ തീരുമാനിക്കും.
ആണല്ലോ. നാളെ വന്നിട്ട് ചേച്ചി അന്ന് ഇൻ്റർവ്യൂ ചെയ്ത് അവളുണ്ടല്ലോ അവിടെ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. എന്നോട് കുട്ടി എങ്ങനാ, ഇത് മാത്രമേ ഞാൻ കേൾക്കുള്ളൂ. ഇത് തന്നെയാണ് രാഹുലിനോട് സംസാരിച്ചപ്പോൾ. രാഹുൽ എങ്ങനെ, രാഹുൽ രാഷ്ട്രീയക്കാരൻ, അയാൾ വളരട്ടെ. നാളെ അയാൾ വളർന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റു പലർക്കും ബുദ്ധിമുട്ടാവുമെന്ന് കണ്ടപ്പോൾ ഓപ്പോസിഷൻ ഓൺലൈനുകാരെ വെച്ചിട്ടങ്ങ് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ നാട്ടുകാർ അയാളോടൊപ്പം നിന്നു. ഇപ്പം അടങ്ങിയില്ലേ? നാളെ ഇനി ഇലക്ഷൻ വരുമ്പോഴാണ് അടുത്തത് പൊങ്ങാൻ പോകുന്നത്. അയാളെ നിങ്ങൾ വളർത്തുക ചെയ്തത്. രേണു സുധീനെ വളർത്തിയ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഓൺലൈനുകാർ വളർത്തി ഇല്ലേ? ആ രേണു സുധി സുധി ഉള്ള സമയത്ത്, എൻ്റെ കൂടെ സുധി വർക്ക് ചെയ്യുന്ന സമയത്ത് ഓൺലൈനിൽ സംസാരിച്ച് മോൻ കൂടെയുണ്ട്, ലൊക്കേഷനിലുണ്ട്. എന്നിട്ട് ഫോണിൽ കാണിച്ചു തന്നു. അങ്ങനെ പരിചയപ്പെട്ടത് മാത്രമാണ് ഈ രേണു എന്ന് പറയുന്ന കുട്ടീനെ എനിക്കറിയുന്നത്. അത് കഴിഞ്ഞ് ആ കുട്ടിക്ക് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഉണ്ട്. അന്ന് ഇവരുടെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പോയി അവാർഡ് കൊടുത്തു. അത് മാത്രമാണുള്ളത്. അന്ന് എനിക്ക് ഇവർ തന്നെ തന്ന നമ്പറിൽ പിന്നെ ചാറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം ദുബായിലിരിക്കുമ്പോഴും ബഹ്റൈനിലിരിക്കുമ്പോഴും ആ കുട്ടി എനിക്ക് മെസ്സേജ് ഇട്ടു. പക്ഷേ ഈ ഓപ്പോസിഷൻ ഓൺലൈനുകാർ അവളെ അങ്ങ് ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചു. രേണു അങ്ങനെ, രേണു ഇങ്ങനെ. പക്ഷെ എന്തായി, അവൾ എന്താ പറയുക, രസകരമായിട്ട് വളർന്നു അല്ലേ? ഇന്ന് അവൾ ലക്ഷങ്ങൾ നമ്മളെക്കാളും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലെവലിലാക്കിയത് ആരാ? അതേ അവസ്ഥയാണ് നിങ്ങൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം. അയാൾ സാധാരണ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് വന്നു. അയാളുടെ സന്തോഷത്തിന് ആരെയോ ഇഷ്ടപ്പെട്ടു എന്നാക്കി. അത് ഓപ്പോസിഷൻ ആൾക്കാർ ഇയാളിനി വളരരുത്, അത് അവർക്ക് ബുദ്ധിമുട്ടാണ് വളർന്നു കഴിഞ്ഞാൽ എന്ന് തോന്നിയിട്ട് ഇയാളെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചത് വളർന്നുപോയി. ഇനി അടുത്ത ഇലക്ഷൻ്റെ അയാൾ കൂടുതൽ വോട്ടോടുകൂടി വിജയിച്ച് വരുമ്പോഴാണ് കാണേണ്ടത്. അപ്പോഴേ ഇവർ പഠിക്കുള്ളൂ ചെയ്തത് മണ്ടത്തരമായി പോയി എന്ന്. സത്യം സത്യം. അയാളൊന്നും ഒരു കുറ്റവും പറയാൻ പറ്റില്ല. പ്രേമം എല്ലാവർക്കും ഉള്ളതാണ്, അത് ശരീരത്തിലുള്ള വികാരമാണ്. അതൊന്നിനൊന്നും ഒരു പ്രായം ഇല്ല, മരിക്കുന്നത് വരെ ആ വികാരം വരും. അതിലൊന്നും ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വരാറില്ലേ? വരില്ലേ? എനിക്ക് വരില്ലേ? പറ. അപ്പോൾ പിന്നെ അതിന് ഓൺലൈനുകാർക്ക് പരിഹസിക്കേണ്ടതല്ല. അത് ജന്മനാ ദൈവം കൊടുത്തൊരു വികാരമാണ്. അതുകൊണ്ട് ജീവിച്ചങ്ങ് മരിച്ചോളും. അത് ഓൺലൈനുകാർക്ക് എന്താ പറയണ്ടത്, മാർക്കറ്റ് ചെയ്യേണ്ട സംഭവമല്ല. അത് നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരം ഓൺലൈനുകാർക്കാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് പണം ഇങ്ങനെ വരുന്നതെന്ന് കരുതിയിട്ട് എന്തും പറയാമെന്നുള്ളതല്ല. എവിടെന്നെങ്കിലും എവൻ്റെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീൻ്റെ അടി പിന്നി കിട്ടുന്ന സമയത്ത് പഠിച്ചോളും. കിട്ടും. അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് പിന്നെ മോന്ത കയറുന്ന സ്ത്രീകൾ ഇവിടെ ഉണ്ട്. ചേച്ചി, ഇപ്പൊ ഓൺലൈൻ മീഡിയ അല്ലല്ലോ ഇതിന്റെ വിധി നിർണ്ണയിക്കേണ്ടതോ അല്ലെങ്കിൽ ഇത് സത്യമാണോ തെറ്റാണോ എന്നൊന്നും പറയേണ്ടത് നമ്മളല്ല. നമ്മുടെ അടുത്തേക്ക് വരുന്നത് കൂടുതലും സീരിയലും അല്ലെങ്കിൽ സിനിമയിൽ ഉണ്ടായിരുന്ന പല ജൂനിയർ ആർട്ടിസ്റ്റുകളുമാണ് ഇങ്ങനെ ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നത്. ഇത് ഉന്നയിക്കുന്ന സമയത്ത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ലെങ്കിൽ ബാലചന്ദ്ര മേനോനെതിരെ വന്ന ഓപ്പോസിറ്റ് നിന്ന ജൂനിയർ ആർട്ടിസ്റ്റിനെ ഒരുപക്ഷെ മാഡത്തിന് അറിയത്ത് പോലും ഇല്ലായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ നിങ്ങൾ ആരും ഇത് പുറത്തു വന്ന് പറയുന്നില്ലല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ അറിയില്ല, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ എതിരെ ഒന്നും ആരെയും നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് കാണാറുമില്ല. അല്ല, അറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും ശരി, ആർട്ടിസ്റ്റ് ആയാലും ശരി, എല്ലാവരും ഒരു വർക്കാണോ ചെയ്യുന്നത്? ഇവിടെ 1000 വർക്കുകൾ എവിടെയൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? പക്ഷെ നമ്മുടെ കൂടെ ജോലി ചെയ്ത ഒരാളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പം ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമ്മൾ കാണാറില്ല. നമ്മളെ കൂടെ ജോലി ചെയ്ത് ഏതൊരാൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞില്ല എന്ന് പറയുന്നത്? നിങ്ങൾ പറ. ബാലചന്ദ്ര മേനോനെ പറ്റി പറഞ്ഞ ഒരു സ്ത്രീ, അവരെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. ഇതിനകത്ത് വന്നപ്പോഴാണ് കാണുന്നത്, ഓഹോ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന്. അറിയത്തില്ല. അതാ ചേച്ചി, അങ്ങനെ കുറച്ചു പേരെങ്കിലും പ്രതികരിച്ചാൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് ഒരു പരിധി വരെ. അല്ല, കാണാത്ത അറിയാത്ത സ്ത്രീകളെ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? ഇപ്പം ഇൻഡസ്ട്രിയിലും ഇല്ല. ഇപ്പം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും. അവരെന്നോ 10 കൊല്ലം മുമ്പേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കണ്ട് പ്രതികരിക്കും? പിന്നെ ബാലചന്ദ്ര മേനോൻ സാറിന് ഇത്രയും പ്രായമായ വ്യക്തി, ഇത്രയും വയസ്സായ സമയത്ത് ഈ സ്ത്രീ 10 കൊല്ലത്തിന് മുമ്പേ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു, അവളെ ആർക്കും അറിയത്തില്ല. അവൾക്ക് 4 ആൾ അറിയപ്പെടുന്ന രീതിയിലാകാൻ വേണ്ടി ഇങ്ങനത്തെ വൃത്തികേടുകൾ പറഞ്ഞാൽ എന്താ പറയുക, ഈ ശരീരത്തിൽ ബ്ലഡിനൊരു ഇതുണ്ടല്ലോ, അക്ലോട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് കുറച്ച് കൂടിപ്പോയി. മനസ്സിലായില്ലേ? നല്ല രീതിയിൽ നല്ല പേരിൽ വരണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അവൾ ഈ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഈ പ്രതികരണം ഉണ്ടാകത്തില്ലായിരുന്നു മേനോൻ സാറിനെ പറ്റിയൊക്കെ. വളരെ ബോറാണ് അതൊക്കെ. സിനിമയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രമാണ് ഇങ്ങനെ പേരെടുക്കാൻ വേണ്ടി ഒന്നും ആകാതെ, അതായത് രക്ഷപ്പെടാതെ നിൽക്കുന്ന ഓരോരുത്തരും എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ അവൾ പറഞ്ഞ ഭാഷയിൽ രക്ഷപ്പെട്ടവരെല്ലാം വൃത്തികേടിന് പോയിട്ട് രക്ഷപ്പെട്ട പോലെ അവൾ പറഞ്ഞത് അല്ലേ? അടിച്ച് പല്ല് കീറാത്തതിൻ്റെ സ്വഭാവമല്ലേ?
ഇതാണോ? കഴിവുള്ളവർ എവിടെയായാലും രക്ഷപ്പെടും. കഴിവുള്ളവരെ ഇൻഡസ്ട്രിക്ക് വേണം. കാരണം ഇതൊരു ബിസിനസ്സല്ലേ. അത് മനസ്സിലാക്കാതെ ചുമ്മാ 10 കൊല്ലം മുമ്പേ ഞാൻ ഇങ്ങനെയായി, അവൾ ഒന്ന് പറഞ്ഞു, അവൾ എന്താണ് ഹോട്ടൽ മുറിയിൽ ഞാൻ 1 മണിക്ക് പോയി അങ്ങനെ നിന്നു. ഇവളെന്തിനു 1 മണിക്ക് പോകാൻ നിന്നത്? പറ. 1 മണിക്ക് എന്തായാലും ഷൂട്ടില്ല, റൂമിൽ എന്തിനാ അവൾ പോകാൻ നിന്നത്? അപ്പോൾ അവൾ നല്ലവളാണോ? പറ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉള്ളവൾ രക്ഷപ്പെടാനല്ല, 4 ആൾ അറിയപ്പെടാൻ വേണ്ടി, എന്താ പറയുക, പേര് വൃത്തികെട്ട രീതിയിലായാലും 4 പേർ അറിയണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുമ്പോൾ കുടുംബത്തിൽ പിറന്ന എന്നെപ്പോലുള്ളവർക്ക് തിരിച്ചു പറയാൻ തോന്നത്തില്ല. നമ്മൾ നല്ല രക്ഷിതാക്കൾക്ക് പിറന്ന മക്കളാണ്, അവളെപ്പോലെയല്ല. നല്ല അച്ഛനും അമ്മക്കും നല്ല കുടുംബത്തിൽ മരണം വരെ ഭക്തിപൂർവ്വം പുണ്യം ചെയ്ത് ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല. മനസ്സിൽ 1000 വികാരങ്ങളുണ്ട്. എല്ലാ മോളെയും മനസ്സിൽ വിളിക്കും, പക്ഷെ പുറത്ത് വിളിക്കില്ല. അതുകൊണ്ട് അന്നത് കണ്ടപ്പോഴും ഇതേ വികാരത്തിലാണ് നിന്നത്. എവിടെയോ കടന്ന് എവളോ ആരോ എന്തോ പറഞ്ഞിട്ട് പോന്നു. നമുക്ക് സാറിനോടൊരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ. ഇന്നും സാറിനെ കാണുമ്പോൾ ആ ബഹുമാനത്തിന് ഒട്ടും കുറവില്ല. ഇവൾ ഈ പറഞ്ഞ ഈ ബാലേന്ദ്ര മേനോൻ സാറിനെ ഇനി കണ്ടാലും ആ കാല് തൊട്ട് നമസ്കരിക്കാൻ തന്നെയാണ് എന്നെ പോലുള്ളവർക്ക് തോന്നുന്നത്. ഇനിയും അത് തന്നെ ചെയ്യും. അവൾ പറഞ്ഞതിനെ കൊണ്ട് ഈ ഹൃദയത്തിൽ ഒരു ഇച്ചിരി സ്ഥാനമെങ്കിലും കുറഞ്ഞു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മണ്ടത്തരം, പൊട്ടത്തരം. ചേച്ചി, ഇങ്ങനെ ഒരു ആരോപണം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർക്കൊരു കുടുംബം ഉണ്ടാവാം. അപ്പൊ ആ ഫാമിലി മൊത്തത്തിൽ അനുഭവിക്കുന്ന ഒരു ട്രോമ ഉണ്ടാവും. ഒരു കേസ് ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ ഉടനെ തന്നെ ഇവർ പോയി ഒരു ജാമ്യം എടുക്കണം, അല്ലെങ്കിൽ പിന്നെ കേസിന്റെ നൂലാമാലകളായി മാറുകയാണ്. അപ്പം സ്ത്രീ പറഞ്ഞത് അവിടെ ശരിയാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു വ്യവസ്ഥ നമ്മൾ പിന്നീടാണ് അത് തെളിയിച്ചു. സ്ത്രീ പറഞ്ഞത് ശരിയാണ് എന്നൊരു വ്യവസ്ഥ വന്നതുകൊണ്ടും സ്ത്രീക്ക് നിയമവശങ്ങൾ കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ടും സ്ത്രീക്ക് എന്തും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ രക്ഷപ്പെടുമെന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ ഇപ്പോഴത്തെ നിയമം, ഇപ്പോൾ ഉള്ള നിയമം. അത് മാറ്റേണ്ട സമയം എന്നോ കഴിഞ്ഞു. എന്തുകൊണ്ട് മാറ്റാത്തത്? സ്ത്രീകൾ മാറിക്കഴിഞ്ഞു, അത് ഗവൺമെൻറ് അറിയുന്നില്ല. സ്ത്രീകളുടെ മനസ്സും പ്രവൃത്തിയും മാറിക്കഴിഞ്ഞിടത്ത് സ്ത്രീയും പുരുഷനും ഈക്വൽ ആയിരിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. പുരുഷനും സ്ത്രീക്കും ഒരേ നിയമമായിരിക്കണം. എന്താ പുരുഷൻ എന്താ വേറെയോ? പുരുഷന് നല്ല മനസ്സുള്ളവരില്ലേ? അവർക്ക് മാത്രം ഇതാണോ? സ്ത്രീക്ക് മാത്രമേ നല്ല മനസ്സുള്ളൂ? ഒരിക്കലും അല്ല. സ്ത്രീകൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീക്കും പുരുഷനും ഒരേ നിയമവശം വന്നേ പറ്റുള്ളൂ. അത് സെൻട്രൽ ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ മോദിജി എങ്ങനെയെങ്കിലും കേരളത്തിൽ വരികയാണെങ്കിൽ അയാളടുത്ത് നേരിട്ട് പോയി പറയണമായിരുന്നു. അതാണ് ആദ്യം ഇവിടുന്ന് പോകുമ്പോൾ മാറ്റേണ്ടത്. അല്ല, ഇവിടെ മാറൂല, ഇവിടെ മാറ്റുകയില്ല, അവിടുന്ന് മാറി വരണം. ചുമ്മാ അതുകൊണ്ട് യൂസ് ചെയ്ത് നടന്നോളും സ്ത്രീകൾ. വ്യവസ്ഥകൾ അങ്ങനെ ആയിപ്പോയില്ലേ? അതാണ് മിസ്യൂസ് ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ ഇവിടെ. എത്ര പുരുഷന്മാർ സങ്കടപ്പെടുന്നുണ്ടെന്ന് അറിയാം. അങ്ങനെ ഒരുപാട് പുരുഷന്മാർ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഇതിപ്പോ ഒരു പക്ഷെ തിരുത്തി വരുമായിരിക്കും. അത് പക്ഷെ ഒരു മീഡിയയിലോ അല്ലെങ്കിൽ ഇത് കാലങ്ങൾ എടുക്കുമായിരിക്കും. അത് അല്ല, അങ്ങനെ വരുന്ന സമയത്ത് ആരും അധികം കാണില്ല. മനസ്സിലായില്ലേ? വ്യൂവേഴ്സ് കുറയും. അപ്പം നിങ്ങൾ വ്യൂവേഴ്സ് കുറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ ഏറ്റെടുക്കത്തുമില്ല. അതും നോക്കണേ. ഓൺലൈനുകാർ വ്യൂവേഴ്സ് കുറവ് തോന്നുന്നത് നിങ്ങൾ എടുക്കില്ല. അടുത്ത എന്താണ് വ്യൂവേഴ്സ് കൂടുതൽ കിട്ടുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കും. അത് വേറൊരാൾ ഇട്ടതാണെങ്കിൽ കൂടി അത് കോട്ട് ചെയ്തിട്ട് ഇവിടെ ഇടും. പക്ഷെ നല്ലതിടത്തില്ല. നല്ലത് ആർക്കും വേണ്ട. നല്ല സബ്ജക്റ്റ് ആർക്കും വേണ്ട. ചേച്ചി, നെഗറ്റീവ് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ന്യൂസ് നമ്മൾ കൊടുക്കില്ല എന്ന് പറയുന്നു. നമ്മുടെ സമൂഹം അങ്ങനെ മാറിയിട്ടില്ലേ? അതായത് ഇപ്പം ചേച്ചിയെ കുറിച്ച് ഒരു കാര്യം, അല്ലെങ്കിൽ ചേച്ചിക്ക് ഒരു അവാർഡ് കിട്ടുന്നു അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടുന്നു എന്നുള്ളത് എത്ര പേരിലേക്ക് അത് എത്തും? നേരെ മറിച്ച് ഒരു നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ അത് വളരെ പെട്ടെന്ന് ഈ വ്യൂസ് കൂടുന്നു, ആളുകളിലേക്ക് അല്ലെങ്കിൽ പുറത്ത് ഇരിക്കുന്ന ആളുകൾ പോലും ഇത് അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ആളുകളുടെ ചിന്താഗതി ഇത്ര ഇടുങ്ങി പോയതെന്നാ ചേച്ചിക്ക് തോന്നുന്നു? അതെന്താ സംഭവം എന്നറിയാം? നല്ലവരായ ഹൃദയമുള്ളവർ ഈ ഓൺലൈനിൽ അധികം എഡിക്റ്റ് അല്ല. മനസ്സിലായില്ലേ? അല്ലല്ല ഓൺലൈനിൽ നല്ല നല്ല കമൻറ്റുകൾ, നല്ല മെസ്സേജുകൾ, ഇതൊക്കെ അതൊരു ഗ്രൂപ്പ്. ഈ നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ പബ്ലിഷ് ചെയ്യാൻ ഒരു കോടി ജനങ്ങൾ അവിടെയുണ്ട്. അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിലും ഒന്ന് ഓർത്തിട്ടുണ്ടോ, നല്ല ഹൃദയമുള്ളവർക്ക് സുഹൃത്തുക്കൾ കുറവാണ്. മനസ്സിലായില്ലേ? അവർക്ക് എന്താ പറയുക, എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റോ കാര്യങ്ങളോ വരുമ്പോൾ അവരെയൊന്നും ആരും ഉൾപ്പെടുത്തില്ല. അതേ സ്ഥാനത്ത് നെഗറ്റീവുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് എന്നും എൻ്റർടൈൻമെൻറ്റാണ് ജീവിതം, എന്നും. നല്ലവർക്കല്ല. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഒരു സംശയം വേണ്ട. ഒരു കാലത്ത് എന്നെ തന്നെ ഞാൻ തന്നെ പറയാം, ഒരു 4 വർഷം മുമ്പേ ആ കോവിഡിൻ്റെ സമയത്ത്
എൻ്റെ പൊന്നെ, എന്നെ അഭിഷേകം ചെയ്തു ആളുകൾ. എന്താണ്? നിങ്ങളടക്കം, നിങ്ങൾ ഓൺലൈനുകാരടക്കം എന്താ ചെയ്തത് അറിയോ? ഓർമ്മയുണ്ടോ? ഇല്ല. ആദിത്യൻ ജയൻ എന്ന് പറയുന്ന ആദിത്യൻ ആർട്ടിസ്റ്റ് ആണല്ലോ, അമ്പിളി ദേവി. അവരുടെ കല്യാണം കഴിഞ്ഞു. എനിക്കറിയത്തില്ല, അവരുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടില്ല അവരെ കല്യാണം കഴിഞ്ഞത്. എന്നെ കൈരളി ടി വിക്കാർ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അത് കഴിഞ്ഞ് അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ, അതിനെന്താ. ഞാനൊരു കമൻറ്റും കൊടുത്തു. അതിന് ഓൺലൈനുകാരില്ലാ കഥകൾ ഉണ്ടാക്കി എന്നെ അങ്ങ് നെഗറ്റീവാക്കി. ഞാൻ പറഞ്ഞത് അങ്ങനെയാ ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് അതിന് ആദിത്യൻ അതിനൊരു കമൻറ്റും പറഞ്ഞു. അന്നത്തെ ആദിത്യൻ, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് എനിക്കൊന്ന് 6-7 മാസം കഴിയുമ്പോൾ അവർ സെപ്പറേറ്റായി ആണല്ലോ. അപ്പോഴാണ് ജീജാ സുരേന്ദ്രൻ പറഞ്ഞത് ശരിയെന്നും പറഞ്ഞ് വീണ്ടും എന്നെ എല്ലാവരും പോസിറ്റീവാക്കി ആണല്ലോ. ഇപ്പം ഞാൻ എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നു, ഒരു പുരുഷന് ഒരു പ്രായത്തിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്. പക്ഷേ പ്രായം ഇങ്ങനെ കഴിയെ ജീവിതം അവരെ ഒരു പാഠം പഠിപ്പിക്കും. മനസ്സിലായില്ലേ? അതിൻ്റെ സത്യങ്ങളൊക്കെ അവർക്ക് മാത്രമേ അറിയുള്ളൂ, എനിക്കറിയത്തില്ല. അവരെന്തൊക്കെ അനുഭവിച്ചോ, എന്തൊക്കെയാണ് അവർ നേരിട്ട് അനുഭവിച്ചത് ഒക്കെ അവർക്ക് രണ്ടുപേർക്കേ അറിയുള്ളൂ, എനിക്കറിയത്തില്ല. പക്ഷേ ഇന്നത്തെ ആദിത്യൻ എന്ന് പറയുന്നത് ഒറ്റക്കാണ്. അമ്പിളിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അവൾ അവിടെ ഹാപ്പിയാണ്. പക്ഷേ ഈ കുട്ടി ഒറ്റക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവൻ അമ്മയുമില്ല. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ കുട്ടിക്ക് എന്നും വർക്കും കിട്ടണം, സാമ്പത്തികം കിട്ടണം. എന്താ പറയേണ്ടത്, അവൻ്റെ ഉദ്ദേശിച്ച ഒരു ലെവൽ, അവനൊരു ഡ്രീം ഉണ്ടാവുമല്ലോ. ഭഗവാനെ അവൻ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രീമിൽ, ഒരു സക്സസ് കിട്ടണം അവന്. ആ ഒരു ലെവലിൽ എത്തിച്ചു കൊടുക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്കിപ്പം. സത്യം, അവനെന്നെ തെറി വിളിച്ചാൽ അപ്പോൾ ഓൺലൈനിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ അറിയാം. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് അവനെ ഒരു നല്ല രീതിയിൽ എത്തിച്ച് അവൻ്റെ ഡ്രീമിനനുസരിച്ചുള്ള ഒരു ആർട്ടിസ്റ്റ് ലെവൽ ഭഗവാനാക്കി കൊടുക്കണേ എന്നൊരു പ്രാർത്ഥന. ഞാൻ അവനെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പിണക്കമൊക്കെ മാറി, അവനും മാറി. കാരണം അവൻ ആ പ്രായത്തിന് ദേഷ്യപ്പെട്ടു പോയതാണ് അവൻ്റെ അവസ്ഥ. പക്ഷെ ജീവിതം അവനെ പഠിപ്പിച്ചു. ഇനി ഞാൻ കാണേണ്ടത്, ഭഗവാനോട് പറയുന്നത്, അവനെ നല്ല രീതിയിൽ ഉയരങ്ങളിലെത്തിച്ച് നല്ലൊരു ആർട്ടിസ്റ്റ് ലെവലിലാക്കിയിട്ട് നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു ആർട്ടിസ്റ്റാക്കി മാറ്റണം. നാളെ നിങ്ങൾ അവനെ വിളിക്കണം, ആദിത്യ നമുക്കൊരു ഇൻ്റർവ്യൂ തരുമോ എന്ന് വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യിക്കുന്ന ലെവലിലാക്കി എടുക്കണം അവന്. അത് ഭഗവാൻ സഹായിക്കും. പിന്നെ നമ്മളെപ്പോലുള്ളവരുണ്ടല്ലോ, നല്ല ഹൃദയമുള്ള കുറച്ച് പേര് ഈ ലോകത്തുണ്ട്. അവൻ്റെ കൂടെ ഉണ്ടാവും. അവനെയും വളർത്തണം, അവനും ജീവിക്കണ്ടേ. കാരണം അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ. അപ്പോൾ പിന്നെ അവനെ സഹായിക്കേണ്ടത് നമ്മളെപ്പോലുള്ള ഹൃദയമുള്ളവരല്ലേ, സഹായിക്കണം. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലും ഉള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനും, അതായത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ട് നമ്മുടെ മുമ്പിൽ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് മാഡം. ഞാൻ ഇൻബോൺ അങ്ങനെ ആയിരുന്നില്ല. ഞാനൊരു ക്വയറ്റായിട്ടുള്ള ഒരു സാധാരണ ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ എനിക്കൊരു ജം ഓഫ് എ മാൻ, ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. പുള്ളി എന്നെ ഇത്തരത്തിലാക്കി തന്നു. പക്ഷെ എനിക്കറിയില്ല എന്നെ ഒറ്റപ്പെടുത്താനാണ് പുള്ളി ഇത്തരത്തിൽ എന്നെ ആക്കി വളർത്തിയെടുത്തത് എന്ന്. കാരണം പുള്ളി മരണപ്പെട്ട് ജീവിക്കും നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ അദ്ദേഹം മരിച്ചു പോകുമെന്ന് ചിന്തിക്കത്തില്ലല്ലോ, ഒരിക്കലുമില്ല. ഇപ്പോൾ 8 വർഷമായി പുള്ളി ഹാർട്ട് അറ്റാക്കിൽ മരിച്ചത്. ഇന്ന് ഞാൻ ചിന്തിക്കുന്നത്, എന്നെ ഇത്തരത്തിൽ വളർത്തിയെടുത്തത് ഇതിനായിരുന്നോ? ഇങ്ങനെ ഒരു മനസ്സും ഇങ്ങനെ ഒരു ബോൾഡ്നെസ്സും, ഇങ്ങനെ വരണം, ഇങ്ങനെ ആവണം എന്ന് എന്തെങ്കിലും ഉള്ള സ്ഥലത്ത് പ്രതികരിപ്പിക്കും എന്നെ കൊണ്ട്. പക്ഷെ അങ്ങനെ ആക്കിയെടുത്തത് ഇന്ന് എനിക്ക് ഭയങ്കര പ്ലസ് പോയിൻ്റാണ്, അങ്ങനെ ഒരു ഹൃദയം കിട്ടിയത്. പക്ഷെ ഭഗവാൻ അതിനായിരിക്കാം എന്നെ ഒറ്റപ്പെടുത്തുമെന്ന് ഭഗവാൻ അന്നേ അറിയാം. നീ ഇത്ര വയസ്സ് മുതൽ ഒറ്റപ്പെടും. അപ്പോൾ അതിന് പുള്ളി എന്നെ വളർത്തി ഇത്ര ബോൾഡാക്കി എടുത്ത് തന്നിട്ടാണ് പുള്ളി സ്വർഗത്തിലേക്ക് യാത്ര പോയത്. ഇന്നിപ്പോൾ ഞാൻ എന്തെങ്കിലും ബോൾഡായിട്ട് പറയുമ്പോഴും അടുത്ത സെക്കൻഡ് ഞാൻ ചിന്തിക്കും, കള്ള നീ അവിടെ നിന്ന് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നുണ്ടല്ലേ, ചിരിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ഞാൻ തന്നെ സംസാരിക്കും പുള്ളിയെടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ തരത്തിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നത് ആ ഒരു ശക്തിയും കൂടിയാണ്. ആ ഒരു ശക്തി അവിടെ നിന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ജീവിക്കില്ല, സത്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ആ ബ്ലെസ്സിങ്സും അവിടെ നിന്ന് എനിക്കുണ്ട്.